ഇന്ന് പുലർച്ചെയാണ് പാലക്കാട് മലമ്പുഴ അകമല വാരത്ത് വെച്ച് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു വയോധികൻ കൊല്ലപ്പെടുന്നത്. ചന്ദ്രൻ എന്ന് പറയുന്ന സർക്കാർ ജീവനക്കാരാണ് കൊല്ലപ്പെട്ടത്. ഇപ്പോൾ ചന്ദ്രന്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. നമുക്കൊപ്പം ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ചേരുന്നുണ്ട്. റേഞ്ച് ഓഫീസറാണ്. സർ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്? ഇന്ന് പുലർച്ചെയാണ് സംഭവം ഉണ്ടായത്. ലോക്കോട് റേഞ്ചിലെ ചേനത്ത് നായർ റിസർവിൻ്റെ ഉള്ളിലാണ് സംഭവം ഉണ്ടായത്. അവരുടെ വീടിൽ നിന്ന് ഒരു 50 മീറ്ററേ ഉള്ളൂ. ഇവർ പുറത്താണ് രാത്രി കിടന്നുറങ്ങിയത്. പുലർച്ചെ വരെ അവിടെ സൗണ്ട് കേട്ടതൊക്കെ ആയിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. ചന്ദ്രനും സുഹൃത്തുക്കളും ചേർന്ന് സുഹൃത്തുക്കളാണ് അവിടെയാണ് ഇവർ കിടന്നത്. പായയും എല്ലാം അവിടെ ഉണ്ട്. അതിൽ നമുക്ക് ഇവരെ കൂടെ ഉണ്ടായിരുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു. അവരെ നമുക്ക് കാലത്ത് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ അവരൊരു കുറ്റിക്കാട്ടിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങായിരുന്നു. അവർ അവിടെ നിന്ന് എണീപ്പിക്കുകയാണ് നമ്മൾ ചെയ്തത്. പിന്നെ ബോഡി കഴിഞ്ഞ് പിന്നെ മറ്റേ ആൾക്ക് ഓർമ്മയില്ല. ഇവർക്ക് ആന വന്നിട്ടുള്ള ഈ സംഭവം ഉണ്ടായിട്ടൊന്നും മറ്റുള്ള 2 പേർക്കൊന്നും ഓർമ്മയില്ല എന്താ സംഭവിച്ചത്. അങ്ങനെ മറ്റേ 2 പേർക്ക് പരിക്കൊന്നുമില്ല. ഇദ്ദേഹമാണ് മരണപ്പെട്ടത്. ഏതാണ് ഈ അനിമൽ എന്തെങ്കിലും കണ്ടത്? അനിമലിനെ നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്, സെർച്ച് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മുടെ ടീമുണ്ട്, RRT ടീമുണ്ട്. അവർ പരിശോധിക്കുന്നുണ്ട്, കാട്ടിനുള്ളിൽ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ആനയൊന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നു. ആനയാണ് ആക്രമിച്ചതെന്നുള്ളത് ചന്ദ്രന്റെ ബന്ധുക്കളാണ് ആദ്യം അറിയിക്കുന്നത്. അതെ 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 മേഖല പരിശോധിച്ചപ്പോൾ ഈ ആന വന്നതിൻ്റെ ഇതുണ്ട്. അവിടെ ആനപ്പിണ്ടവും എല്ലാം ഉണ്ട്. നിലവിൽ ആ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്ന ആനയാണോ? ആനയല്ല. ആനയുടെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ല. കുറേ നാളായിട്ട് അവിടെ ഒന്നും പ്രശ്നമില്ല. അപ്പോൾ ഇത് യാദൃശ്യമായിട്ട് ആന എനിക്ക് തോന്നുന്നത് ഡാമിൽ നിന്ന് കയറി വന്ന ആനയാണെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ഫെൻസിംഗ് ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. അവിടെ നിന്ന് പ്രൈവറ്റ് സ്ഥലത്തേക്ക് കൂടെ കയറി വന്നിട്ടാണ് അപ്പുറത്ത് വേറൊരു ഭാഗത്ത് ബ്രേക്ക് ചെയ്തിട്ടാണ് കയറിപ്പോയിട്ടുള്ളത്. അതായത് കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ടല്ല അറ്റാക്ക് ചെയ്തതാണ്, ഇവിടെ നിന്നാണ് വന്നിട്ടുള്ളത്. ഡാമിൻ്റെ അവിടെ നിന്ന് കയറി വന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഉള്ളിൽ കയറിപ്പോയി. നമ്മുടെ ട്രാക്കിംഗ് ടീം പറയുന്നത് ഈ ആന ഈ കാടിനകത്തേക്ക് കയറി എന്നുള്ളതാണ്. കയറി നമ്മളത് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. നമ്മളവിടെ പരിശോധിക്കുന്നുണ്ട്. അവിടെ ഏതെങ്കിലും വേറെ ഗ്രൂപ്പോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിംഗിൾ ആയിട്ടുള്ള ഈ അടുത്തൊന്നും നമ്മൾ അങ്ങനെ ഒന്നും ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ആനയുടെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ഹേർഡിനെ കണ്ടതായിട്ടൊന്നും അങ്ങനെ സ്ഥിരം ആന ബുദ്ധിമുട്ടുള്ള പ്രശ്നമല്ല. അല്ല പ്രശ്നമുള്ള സ്ഥലമല്ല. അല്ല. ഇതാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം എന്ന് പറയുന്നത്. റേഞ്ച് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ നമ്മളോട്, റേഞ്ച് ഓഫീസറാണ് നമ്മളോട് സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതായത് ഈ ചന്ദ്രനും അതുപോലെ തന്നെ സുഹൃത്തുക്കളും ചേർന്ന് ഈ വീട്ടിൽ നിന്ന് 50 മീറ്റർ ദൂരത്ത് കിടന്നുറങ്ങുകയായിരുന്നു. ഈ സമയത്താണ് ചന്ദ്രനെ ഈ കാട്ടാനെ ആക്രമിച്ചതെന്നാണ് പറയുന്നത്. കൂടെ ഉണ്ടായിരുന്ന 2 ആളുകളുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ആർക്കും പരിക്കേറ്റിട്ടില്ല. ഉടൻ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ എല്ലാം നേതൃത്വത്തിലാണ് ചന്ദ്രൻ്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഏതായാലും അല്പസമയത്തിന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. അതിനുശേഷം പിന്നീട് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.